പെരിന്തൽമണ്ണ നഗരത്തിൽ നമ്മൾ കണ്ടത് ഇടതു വലതു സംഘടനകളുടെ പരാക്രമമായിരുന്നു. പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ ദിവസം UDF വിജയാഘാതത്തിനിടയിൽ UDF പ്രവർത്തകർ പെരിന്തൽമണ്ണ CPM ഓഫീസിന് നേരെ കല്ലെറിയുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു എന്ന തരത്തിൽ ആരോപണവുമായി ഇടതുപക്ഷ നേതൃത്വം രംഗത്ത് വന്നിരുന്നു. പെരിന്തൽമണ്ണയിൽ നിലവിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. മലപ്പുറം MSPയിൽ നിന്നുള്ള പോലീസ് യൂണിറ്റ് അടക്കം പെരിന്തൽമണ്ണയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. UDF പ്രവർത്തകർ പാർട്ടി ഓഫീസിലേക്ക് കല്ലെറിഞ്ഞെന്നാരോപിച്ച ഇടതുപക്ഷം നഗരത്തിൽ പ്രകടനം നടത്തുകയും തുടർന്ന് ലീഗ് ഓഫീസ് കല്ലെറിഞ്ഞ് തകർക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. പെരിന്തൽമണ്ണ നഗരത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ UDF വിജയാഹ്ലാദത്തിനിടയിലാണ് 2 തവണ CPIM പാർട്ടി ഓഫീസിന് നേരെ കല്ലെറിഞ്ഞെന്നാരോപിച്ച് CPIM നഗരത്തിൽ പ്രതിഷേധം നടത്തിയത്. CPIM ഓഫീസിന്റെ ജനൽ ചില്ല് തകർന്നിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് നഗരത്തിൽ CPIM പ്രതിഷേധ പ്രകടനം നടത്തിയത്. LDFന്റെ പ്രതിഷേധത്തിനിടയിൽ LDF പ്രവർത്തകർ ലീഗ് ഓഫീസിന് നേരെ കല്ലെറിഞ്ഞ് ഓഫീസ് തകർത്തെന്ന വാദവുമായി ലീഗ് നേതൃത്വവും രംഗത്ത് വന്നിരുന്നു. നഗരത്തിൽ ഇരു പാർട്ടികളും സംഘർഷാവസ്ഥ തന്നെയാണ് കഴിഞ്ഞ ദിവസം സൃഷ്ടിച്ചത്. ഇരു പാർട്ടി പ്രവർത്തകരെയും അനുനയിപ്പിക്കാൻ പെരിന്തൽമണ്ണ പോലീസ് യൂണിറ്റിന് പുറമെ മലപ്പുറം MSPയിൽ നിന്നുള്ള പോലീസ് സേനയും നഗരത്തിലെത്തി. ഏത് നിമിഷവും ഇനിയും സംഘർഷമുണ്ടാകാനിടയുള്ള സാഹചര്യം മുൻനിർത്തി നഗരത്തിൽ പോലീസ് തമ്പടിച്ചിരിക്കുകയാണ്. CPIM ഓഫീസിന് നേരെയുണ്ടായ കല്ലേറ് LDF കെട്ടിച്ചമച്ചതാണെന്ന തരത്തിലായിരുന്നു നജീബ് കാന്തപുരം MLAയുടെ പ്രതികരണം. ലീഗ് ഓഫീസ് തകർത്തതിൽ പ്രതിഷേധിച്ച് ഹർത്താലിനും ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഹർത്താൽ പിൻവലിച്ചു. ഇത് ഒരു കണ്ണൂരാക്കാൻ CPM ശ്രമിച്ചാൽ ജനം നേരിടട്ടെ, ഞങ്ങൾ നേരിടില്ല. ക്രമസമാധാന പാലകരും ജനങ്ങളും ഇതിനെ നേരിടും. ഇപ്പൊ തന്നെ കണ്ടല്ലോ, ഞങ്ങൾ ഹർത്താൽ ആഹ്വാനം ചെയ്തപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് അത് പിൻവലിച്ചത്? ജനങ്ങൾ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് പോലും അനുഭവിക്കരുത് എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ്. ഞങ്ങൾക്ക് വേദന ഇല്ലാഞ്ഞിട്ടല്ല. ശരിക്കും പറഞ്ഞാൽ പ്രതികളെ പിടികൂടിയിട്ടുണ്ടെങ്കിലും ഇത് എന്തൊരു അക്രമമാണ് നടത്തിയത്. CPIM ഓഫീസിന് നേരെ 2 തവണ കല്ലേറുണ്ടായെന്ന് മുൻ MLA V ശശികുമാർ പറഞ്ഞു. ഇപ്പോ MLA ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ CPM ഓഫീസിന് നേരെ നടന്ന ആക്രമണം, കല്ലേറ്, അത് കെട്ടുകഥയാണെന്നും യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ നടന്ന ആക്രമണം മാത്രമേ യാഥാർത്ഥ്യമുള്ളൂ എന്നുള്ള ഒരു നെറേഷൻ സൃഷ്ടിക്കുകയാണ്, ഒരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ്. അത് തികച്ചും തെറ്റായൊരു നടപടിയാണ്. MLA പോലൊരാൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണിതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പാർട്ടി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു സംഭവം നേരിടേണ്ടി വന്നതെന്ന് CPIM നേതൃത്വവും വ്യക്തമാക്കി. നമ്മുടെ ഈ പാർട്ടി ഓഫീസ് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. അതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവേണ്ട സാഹചര്യം പെരിന്തൽമണ്ണയിലില്ല. ആക്രമണ സംഭവത്തിൽ 14 CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. 5 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. 5 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതോടെയാണ് ഹർത്താൽ പിൻവലിച്ചത്. ഇനിയും ഇത്തരം സംഘർഷങ്ങൾക്ക് പെരിന്തൽമണ്ണ നഗരം സാക്ഷിയാകാതിരിക്കാൻ ഇരു നേതൃത്വവും ശ്രമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതുതന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ക്യാമറാമാൻ ഷാനു അരീക്കോടിനൊപ്പം അശ്വിനി മോഹൻദാസ്, ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിംഗ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.